മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സാഗറിൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കിയതിന് ശേഷം കണ്ണനും മഹാലക്ഷ്മിക്കും തീരാത്ത വിഷമമാണ് ഉണ്ടായത്. കാരണം കൂലിപ്പണിക്ക് വേണ്ടിയിട്ട് വന്ന സാഗറിനെ ഉണ്ണിയുടെ വാക്ക് കേട്ട് ജോലിയിൽ നിന്നും പുറത്താക്കി. അതേസമയം തന്നെയാണ് മേഘനാഥൻ കാരണം തുണിക്കടയിൽ ജോലിക്ക് പോരുന്ന മഞ്ജുവിൻ്റെ ജോലിയും ഇല്ലാതായത്. അങ്ങനെ ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലാതെ വന്ന ആ സമയത്ത് മഞ്ജു ആണെങ്കിൽ നിയന്ത്രണം വിട്ട് കണ്ണനോടും മഹാലക്ഷ്മിയോടും വന്ന് ഒരുപാട് വിഷമങ്ങൾ പൊട്ടിത്തെറിച്ച് പറഞ്ഞിട്ട് പോയിരുന്നു. അങ്ങനെ സാഗറിൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കിയ കണ്ണനും മഹാലക്ഷ്മിയും തെറ്റ് തിരുത്താൻ എന്നവണ്ണം മഞ്ജുവിനെയും സാഗറിനെയും ജോലി കൊടുക്കാനായിട്ട് വിളിക്കുന്നുവെങ്കിലും രണ്ടാളും ആ ജോലി സ്വീകരിക്കുന്നില്ല. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാനാണ് അവർക്ക് താല്പര്യം. എന്നാൽ ആ സാഹചര്യത്തിന് ഒരു മാറ്റം വരുന്നുണ്ട്. അതായത് മഞ്ജു പ്രഗ്നൻ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ദുർഗാമ്മ കമലേശ്വരം വീട്ടിലേക്ക് മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവന്ന ആ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജുവിന് കൊടുക്കാൻ മാറ്റി വെച്ചിരുന്ന കുറേ സ്വർണ്ണാഭരണങ്ങളുണ്ട്, അതെല്ലാം എടുത്തു കൊടുക്കുന്നു. മഞ്ജു മേഘനാഥനെ വിവാഹം കഴിക്കുവാണെങ്കിൽ ഒരു തരി സ്വത്തോ സ്വർണമോ തരില്ലെന്ന് കണ്ണനും മഹാലക്ഷ്മിയും വാക്ക് പറഞ്ഞിരുന്നു. അതും പ്രകാരം സ്വർണം എടുക്കാൻ വന്ന മേഘനെയും മഞ്ജുവിനെയും ജ്വല്ലറിയിൽ നിന്നും ആട്ടിപ്പായിച്ച് വിടുകയും ചെയ്തു. അതുപോലെ തന്നെ വിവാഹത്തിന് സ്വർണങ്ങളെല്ലാം കൊടുത്ത് സഹായിച്ചത് കരുണയും ദുർഗയും കൂടിയായിരുന്നു. ഒരു തരി സ്വർണം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയായിട്ട് കൊടുത്തിരുന്നതുമില്ല. എന്നാൽ കൊടുത്ത സ്വർണങ്ങൾ മൊത്തവും മേഘനാഥൻ പറ്റിച്ചെടുക്കുകയും ചെയ്തു. സാഗറുമായിട്ട് ഇറങ്ങിപ്പോയ മഞ്ജുവിന് വിവാഹത്തിന് കൊടുത്ത വിവാഹ സമ്മാനങ്ങളൊന്നും എടുക്കാൻ സാധിച്ചതുമില്ല. ആ സാഹചര്യത്തിൽ എല്ലാം കണ്ടറിഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി കുറേ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്ത് മഞ്ജുവിനെ സഹായിക്കുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കരുണയ്ക്കും ദുർഗയ്ക്കും ഉണ്ണിക്കുമൊക്കെ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. കാരണം ഇവരെ ബന്ധുക്കളായിട്ട് പരിഗണിക്കുന്നില്ലെന്ന് മാത്രമല്ല, കരുണയ്ക്ക് മഹാലക്ഷ്മിയുടെ ദാനം മേടിക്കാൻ താല്പര്യമില്ല താനും. അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഒരു പെട്ടി നിറയെ സ്വർണവുമായിട്ട് മഞ്ജു വരുന്നത്. അത് കണ്ട് വിഷമിച്ച് നിൽക്കുന്ന കരുണയോട് ദുർഗാമ്മ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട മോളെ, അവർ സന്തോഷിച്ചോട്ടെ, അവരുടെ സന്തോഷത്തിനൊക്കെ അല്പായുസ് മാത്രമേ ഉള്ളൂ. എനിക്കും വലിയ വിഷമമൊന്നുമില്ല. എന്തായാലും അമ്മ കലക്കിക്കൊടുത്ത ആ ജ്യൂസിൻ്റെ ഡോസ് കൊണ്ട് അവൾ എവിടെ പോയി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഒരിക്കലും ജീവനോടെ പുറത്തു വരില്ല. എന്തായാലും നമ്മുടെ ദുർഗാമ്മ ആ വളരെ വലിയ ചതി ചെയ്യുന്നു. ജ്യൂസിൽ വിഷം കലർത്തി മഞ്ജുവിന് കൊടുക്കുന്നുണ്ട്, മഞ്ജുവിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനായി. അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് കണ്ണനും മഹാലക്ഷ്മിയും എല്ലാവരുടെയും നിൽക്കുന്നത്. കാരണം അവർക്കും വ്യക്തമായിട്ടറിയാം മഞ്ജു പ്രഗ്നൻ്റ് ആയതിൻ്റെ പേര് സാഗറിൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, അല്ലാതെ സ്നേഹത്തിൻ്റെ പുറത്തൊന്നും അല്ല. ഇത്രയും ദിവസം അവളോടുള്ള കലി മാറ്റിവെച്ച് കൂട്ടിക്കൊണ്ടുവന്നേന്ന്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ആ ജ്യൂസ് മുഴുവനും കുടിക്കുന്നത് കണ്ടിട്ട് ഉണ്ണിക്കും കരുണയ്ക്കും ദുർഗയ്ക്കും ഒരുപോലെ സന്തോഷമാകുന്നു. അതേസമയം പ്രതാപനോട് മേഘനാഥൻ വന്ന് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് പ്രകാരം അമ്മായി അവൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്നും അവളുടെ വയറ്റിൽ വളരുന്ന അവൻ്റെ കുഞ്ഞിനെ ഇന്ന് തന്നെ നശിപ്പിച്ചിരിക്കും. പിന്നെ ഒരു കുഞ്ഞിൻ്റെ അമ്മയായെന്ന പേരിനൊന്നും ഞാൻ അവളെ വിട്ടുകളയില്ല. കാരണം കണ്ണൻ്റെ സ്വത്ത് കിട്ടണമെങ്കിൽ അവൾ എൻ്റെ ഭാര്യയായിട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അതെല്ലാം കേട്ടിട്ട് പ്രതാപനും പറയുന്നു, ഇനി അധിക നാളിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കാൻ പാടില്ല. ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ അവളുടെ ജീവിതകാലം മുഴുവനും കണ്ണീര് കുടിച്ച് ജീവിക്കണം. അത് കണ്ട് എൻ്റെ മകൾ സന്തോഷിക്കുകയും വേണം. എൻ്റെ പേരക്കുഞ്ഞിനെ ഇല്ലാതാക്കി അവൾ സന്തോഷിക്കുമല്ലായിരുന്നോ? അവൾക്കൊരിക്കലും ഒരു അമ്മയാകാൻ പറ്റാത്തതിൻ്റെ വിഷമമാണ് അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. അങ്ങനെയുള്ളവൾ ജീവിതകാലം മുഴുവനും സങ്കടം കൊണ്ട് ജീവിക്കുന്നത് എൻ്റെ കൺമുന്നിൽ കാണണം. അത് കണ്ട് എൻ്റെ മകൾ സന്തോഷിക്കുകയും വേണം. അതിന് വേണ്ടിയിട്ട് കണ്ണനെ ഇല്ലാതാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ആയാലും വേണ്ടിയില്ല. അന്നേരം മേഘനും പറയുന്നു, മലയ്ക്ക് പോകുന്ന കണ്ണൻ ഇനി ഒരിക്കലും ജീവനോടെ തിരികെ വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ശരിയാക്കിക്കോളാം അങ്കിളെ. അങ്കിൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്തായാലും ജ്യൂസ് കുടിച്ച് മഞ്ജുവിനാണെങ്കിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. അവൾക്കും അറിയാം ഈ ജ്യൂസിൽ എന്തോ കലർത്തിയിട്ടുണ്ടെന്ന്. പിന്നെ അവൾ ഒരു അമ്മയാകാൻ പോകുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവർ കൊടുത്ത ആ ജ്യൂസ് മേടിച്ച് കുടിച്ചതുപോലും. എന്തായാലും അവരുടെ ചതി മനസ്സിലാക്കിയ മഞ്ജു ആണെങ്കിൽ തിരിച്ചടി കൊടുക്കുന്ന ആ സമയം മേഘനും കരുണയും ദുർഗയും ഉണ്ണിയും എല്ലാവരും ഞെട്ടുന്നുണ്ട്. കാരണം അവർ വിചാരിച്ചതുപോലെ മഞ്ജു ഒരു അമ്മയാകാനൊന്നും പോകുന്നില്ലായിരുന്നു. ഇവർ തങ്ങളോട് കാണിക്കുന്ന സ്നേഹം കള്ളത്തരമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് അവൾ കമലേശ്വരം വീട്ടിലേക്ക് വന്നത്, ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി മനസ്സിലാക്കി ചമ്മി നാണം കെട്ടി നിൽക്കുന്ന കരുണയും ദുർഗയും ഉണ്ണിയും കാണിച്ചുകൊണ്ടായിരിക്കും എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നത്. അധികം താമസിക്കാതെ ആ എപ്പിസോഡുകൾ കാണാനാകും. അപ്പോൾ കാത്തിരിക്കാം എന്താകുമെന്ന്. ശത്രുക്കൾക്ക് മാർക്കോയും
തോമസ് വൈദ്യരും ഒക്കെ തിരിച്ചടി കൊടുത്തുവെങ്കിലും എത്ര തിരിച്ചടി കിട്ടിയിട്ടും പഠിക്കുന്നില്ല. ഒന്നി മഞ്ജുവിൻ്റെ കുഞ്ഞിനെ, അല്ലെങ്കിൽ കണ്ണനെ, മഹാലക്ഷ്മിയെ. അങ്ങനെ മാറിയും തിരിഞ്ഞും ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇങ്ങനെ നീണ്ടുപോകുന്നത്. അതിനേക്കാളും നല്ലത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും സന്തോഷകരമായ ജീവിതവും പിന്നെ അവരൊരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നതും അച്ഛനാകാൻ പോകുന്ന ആ ഒരു നിമിഷങ്ങളും കാണിച്ചിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായേനെ പ്രേക്ഷകർക്കും. അപ്പം കാത്തിരിക്കാം അങ്ങനെ നല്ല എപ്പിസോഡുകൾക്കായിട്ട്.